ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ പലപ്പോഴും വീഴുന്ന ചില ചതിക്കുഴികളുണ്ട്. അത് ആരുടെയും കുറ്റമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അവന് പുതുമ തേടിയുള്ള ഒരു പരക്കം പാച്ചിലാണ് എപ്പോഴും മനസ്സ്. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളോട് ഏറ്റവും എളുപ്പത്തിൽ അവരെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ നേടാൻ പറ്റുന്നൊരു വാക്കുണ്ട്: ഞാനുണ്ട് കൂടെ എന്തിനും, ഞാനുണ്ട് കൂടെ എന്തിനും. ഈ ഒരു വാക്കിൽ വിശ്വസിച്ചാണ് പലപ്പോഴും സ്ത്രീകൾ ആ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന പുരുഷനിൽ വല്ലാതൊരു ബോണ്ടിങ്ങിലെത്തുന്നത്. വല്ലാത്തൊരു ആത്മസമർപ്പണമാണ് പിന്നെ നടക്കുന്നത്. അപ്പം അതിനും ഒരു കാലമുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്കൊരു ഗട്ട് ഫീലിംഗ് വരില്ലേ, ഇത് ശരിയല്ല, ഇവൻ ശരിയല്ല എന്നൊരു തോന്നൽ വരില്ലേ? അങ്ങനൊരു തോന്നൽ വന്നാൽ ഒരു ചുവട് മുന്നോട്ട് പോകരുത്. ഞാനുണ്ട് കൂടെ എന്തിനും എന്ന് പറഞ്ഞാലും ഒരു ചുവട് മുന്നോട്ട് പോകരുത്. കാരണം അതൊരു വലിയ ട്രാപ്പാണ്. ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ എത്രയോ നല്ലതാണ് പെണ്ണായിട്ട് നിൽക്കുക. എന്തിനാ പെണ്ണാണായിട്ട് നിൽക്കുന്നത്? പെണ്ണായിട്ട് തന്നെ നിൽക്കുക, തലയുയർത്തി നിൽക്ക്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. പുരുഷന് ശത്രുവായിട്ട് കാണണ്ട, പക്ഷേ പെണ്ണായിട്ട് നിൽക്കണം, ഭൂമിയിൽ ചവിട്ടി നിൽക്കണം. പറയില്ലേ പണ്ടുള്ളവരൊക്കെ, പിരിയക്കൊടിയിലാണ് പെണ്ണിൻ്റെ ധൈര്യമെന്ന്. അത്രയേ ഉള്ളൂ. ആരുമില്ലാതെയും എല്ലാവരും ജീവിക്കും. ഞാനുണ്ട് കൂടെ എന്ന വാക്കിന് ഒരുപാട് വലിയ ആഴത്തിലുള്ള അർത്ഥമൊന്നുമില്ല. അതൊരു ഉഡായിപ്പാണ്. അപ്പം അങ്ങനെയാണ് പല സ്ത്രീകളും പെട്ടുപോകുന്നത്, കണ്ണീര് പുറത്ത് വരാതെ കരഞ്ഞു പോകുന്നത്. എന്തിനാ അങ്ങനൊരവസ്ഥ അല്ലേ?